നമസ്കാരം. സുനിത കുക്കൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചക്കയുടെ കൂഞ്ഞു കൊണ്ടുള്ള ഒരു അടിപൊളി തോരനാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ അതാ ഇതിലേക്ക് പൊടിയായി എറിഞ്ഞ ചക്കയുടെ കൂഞ്ഞി ഒരു ചട്ടിയിലേക്ക് വെച്ചിട്ട് അടുപ്പിൽ വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങ് വെച്ച് കൊടുത്തു. ഇനി ഇതാ സവോള, 2-3 പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണേ. കുറച്ച് തേങ്ങ അരിഞ്ഞത്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ചേർക്കുമ്പോൾ. അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില, ഒരു 2-3 ടേബിൾ സ്പൂൺ മതി കേട്ടോ വെള്ളം, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങ് ഒതുക്കി കൂട്ടി വെച്ച് കൊടുത്തിട്ട് പാത്രം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നിന്ന് വേകട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. വീണ്ടും അങ്ങ് മിക്സ് ചെയ്യാണ്. എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി അങ്ങ് അടച്ചു വയ്ക്കുകയാണ്. എന്നിട്ടൊന്ന് തുറന്നു നോക്കി ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാന്താരി മുളക്, ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തേങ്ങ, ഒരു 2-3 ഇതില് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്ത് അരച്ചെടുത്താണ് കേട്ടോ ഇത്. ഇതങ്ങ് ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് അങ്ങ് അടച്ചു വെക്കാം. അപ്പം ഈ ആവി കൊണ്ടും പിന്നെ ചെറിയ അടുപ്പിന്റെ ചൂട് കൊണ്ടും ഇത് നന്നായിട്ട് അങ്ങ് വെന്ത് വരും. 1 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടാവും. അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കൊന്ന് അടപ്പ് തുറന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നാടൻ കറികളല്ലേ ഇതൊക്കെ. ചക്കയുടെ സീസണൊക്കെ തീർന്നല്ലോ. അപ്പം നമ്മുടെ ചക്കക്കുഞ്ഞി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്ത് ചേർക്കണം. അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിങ്ങനെ വിറകടുപ്പിൽ ചെയ്യുമ്പോഴത്തേക്ക് അടുപ്പും ചട്ടി, ചീനിച്ചട്ടി ഇതൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, കടുക് ചേർത്ത് കൊടുത്തു, കറിവേപ്പില ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ചക്കക്കുഞ്ഞി തോരൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. അപ്പം നമ്മുടെ ചക്കക്കുഞ്ഞി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയതായിട്ട് കുറച്ച് കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. അവരോടെല്ലാവരോടും എൻ്റെ സ്നേഹാന്വേഷണം ഞാൻ അറിയിക്കുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.